Ideas. Puzzle സാറാണ്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓക്കെ. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ടോപ്പിക് ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ ഫൈനൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതെങ്ങനെ എഴുതേണ്ടത്, അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ വരിക, അതിന്റെ കൺസെപ്റ്റ് എന്താണ്, അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വീഡിയോ അവസാനം വരെ കാണാം. ആദ്യമായിട്ടാണ് SSLCയുടെ സൈലത്തിന്റെ ചാനൽ കാണുന്നതെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോ, വേഗം പോയിട്ട് ബെൽ ബട്ടൺ അമർത്തി വെച്ചോ. നിങ്ങളുടെ SSLCയുടെ ഫുൾ A+ ആണ് ഈ ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, സൈലം കൂടെ ഉണ്ടാവും. കഴിഞ്ഞ വർഷമൊക്കെ അത് പ്രൂവ് ചെയ്തതാണ്. റിസൾട്ട് ഒക്കെ കണ്ടിട്ടുണ്ടാവും സൈലത്തിന്. അപ്പൊ എനിവേ ഞാൻ കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് പോവാണ്. സെറ്റ് അല്ലേ? പൊളിയാ കേട്ടോ. ഓക്കെ, ഫസൽ സാറിന് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പവറിനൊന്നും ഒരു കുറവില്ല കേട്ടോ. അപ്പൊ ടൈം കണക്കാക്കാൻ വേണ്ടി നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പ്രധാനമായിട്ടും 2 കാര്യങ്ങളല്ല 3 കാര്യങ്ങൾ അറിയണം. ആ 3 കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ പഠിച്ചതാണ്, ഞാൻ അതൊന്നും കൂടെ ഓർമ്മിപ്പിച്ചുതരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മതി. ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാൻ, ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ. അതിൽ നിന്ന് നമ്മൾ എന്ത് കണക്കാക്കുന്ന അറിയോ? യെസ്, 1 മണിക്കൂർ കൊണ്ട് 15 ഡിഗ്രി കറങ്ങുമെന്നും 1 ഡിഗ്രി കറങ്ങാൻ വേണ്ടത് 4 മിനിറ്റ് ആണെന്നും നമ്മൾ മനസ്സിലാക്കും. നിങ്ങൾക്ക് അറിയില്ല? അത് അറിയാലോ? അറിയാം. അതായത് ഭൂമിക്ക് എർത്തിന് ഒരു തവണ ഒരു മുഴുവൻ റൊട്ടേഷൻ 360 ഡിഗ്രി കറങ്ങാൻ 24 മണിക്കൂർ നമുക്കറിയാം. അതിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ അതിൽ എന്താ നമ്മൾ അറിയേണ്ടത്? ഈ ഒരേ ഒരു കാര്യം മാത്രം. എന്താ? 1 മണിക്കൂർ സമയം കൊണ്ട് 15 ഡിഗ്രി എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതറിയാം. വെറുതെ 360/24 ചെയ്താൽ മതി, 15 കിട്ടും. ഓക്കെ, പിന്നെ അടുത്ത നമുക്ക് ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ് 1 ഡിഗ്രി കറങ്ങാൻ 4 മിനിറ്റ്. അപ്പൊ അതൊക്കെ എങ്ങനെ സാറെ കിട്ടാന്ന് ചില ഡൗട്ട് ഉണ്ടായിരിക്കും. അതൊക്കെ വളരെ സിമ്പിൾ പരിപാടിയായിട്ടോ. 1 മണിക്കൂർ കൊണ്ട് 15 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊന്ന് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന കാര്യമാണിത്. അപ്പൊ അതെങ്ങനെ സാറേ? ഇവിടെ ചെങ്ങായിമാരെ, 15 ഡിഗ്രി കറങ്ങാൻ 1 മണിക്കൂർ അഥവാ 60 മിനിറ്റാ. 60 മിനിറ്റ്. അപ്പൊ 60 മിനിറ്റ് നമുക്ക് അറിയാമെങ്കിൽ 1 ഡിഗ്രി കറങ്ങാൻ വേണ്ടത് എത്രയാ? 60/15. 60/15 എത്രയാ? 4. എന്റെ ചെങ്ങൈമാര് ഇത്രയേ ഉള്ളൂ ഇതൊക്കെ. അപ്പൊ ഇതേ ഉള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ 1 ഡിഗ്രി കറങ്ങാൻ വേണ്ടി 4 മിനിറ്റ് ആണ്. ഇതാ ഒരു മണിക്കൂർ കൊണ്ട് 15 ഡിഗ്രി കറങ്ങും. ഇതൊന്ന് കാണാതെ പഠിച്ചു വെക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അതങ്ങ് പഠിച്ചു വെക്കാം, അത്രേ ഉള്ളൂ കാര്യം. യെസ്, ഇനി ഒരു കാര്യം കൂടെ ഫസൽ സാറ് പറഞ്ഞുതരാം. എവിടുന്നാടോ സൂര്യൻ ഉദിക്കുന്നേ? സണ്ണ് എവിടുന്നാ വരുന്നത്? സണ്ണ് വരുന്നത് സാറേ ഈസ്റ്റ് എന്നാണ്. ഇത് വെസ്റ്റ് ആണ്. ഈസ്റ്റ് എന്നാണ് സൂര്യൻ വരുന്നത്. അപ്പൊ ഈസ്റ്റിലേക്ക് പോകുമ്പോൾ സമയം കൂടുതൽ ഉണ്ടാവും. അതായത് അവിടെയാണ് ആദ്യം സമയം കിട്ടുന്നത്, അങ്ങോട്ട് സമയം കൂടുതലായിരിക്കും. അത് ഇത്രയുള്ള കൺസെപ്റ്റ്. നോക്കും, ഇത് 0 ഡിഗ്രിയാണ്, ഇത് 1 ഡിഗ്രിയാണ്, ഇത് 1 ഡിഗ്രിയാണ്. അപ്പൊ സാറേ 2 1 ഡിഗ്രിയോ? എടോ 0 ഡിഗ്രിയുടെ റൈറ്റ് സൈഡ് വലതുവശം 1 ഡിഗ്രി അയ്യോ ഞാൻ മാറിപ്പോയി, 1 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഓക്കെ, ഇത് 1 ഡിഗ്രി എന്താണ്? വെസ്റ്റ് ആണ്. ഈ ഈസ്റ്റ് എന്ന് വെച്ചാൽ ചിലപ്പോൾ കിഴക്ക് എന്ന് പറയും, ഇതിന് പടിഞ്ഞാറ് എന്ന് പറയും. അതൊന്നും അറിയാത്ത എല്ലാവരും ഇല്ലല്ലോ. ഓക്കെ, മക്കളെ ഒന്ന് ഇങ്ങോട്ട് നോക്കാം, ശ്രദ്ധിക്കാം. അപ്പൊ ഈ 1 ഡിഗ്രി സമയം എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് ആണെന്നറിയാലോ. അപ്പൊ ഇവിടെ 12 noon എന്ന് കൊടുത്തിട്ടുണ്ട്, 12 ഉച്ചക്ക് 12 മണി. അപ്പൊ ഇവിടേക്ക് സമയം കൂടും. അപ്പൊ എത്രയാ? 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 4 മിനിറ്റാ നമ്മൾ അറിഞ്ഞു. 4 മിനിറ്റ് കൂടും. അപ്പൊ 12:04 PM. അവിടെ എഴുതിക്കണം 12:04. സിമ്പിൾ പരിപാടി. അപ്പൊ 1 ഡിഗ്രി വെസ്റ്റിലേക്ക് പോവാണ്, പടിഞ്ഞാറേക്ക് പോവാണ്. പടിഞ്ഞാറേക്ക് പോകുന്ന സമയം കുറയാ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ കുറയുമ്പോ എത്രയാ? 4 മിനിറ്റ് കുറയും. 1 ഡിഗ്രി ഇവിടെ 1 ഡിഗ്രി ഇങ്ങോട്ട് മാറി 4 മിനിറ്റ് കുറയും. അപ്പം 12 4 കുറച്ചാൽ 11:56 AM. ഇതെന്താ AM? അപ്പുറത്ത് എന്താ PM? ഇവിടെ ചെങ്ങായിമാരെ 12 മണിന്റെ മുന്നേ, അതായത് ഉച്ചക്ക് 12 മണിന്റെ മുന്നേ എന്ന് പറഞ്ഞാൽ AM ആണ്. ഉച്ചക്ക് 12 മണി കഴിഞ്ഞാൽ എന്താണ്? PM ആണ്. അത് രാത്രി 12 മണി 12 നൈറ്റ് ആണെങ്കിൽ അത് കഴിഞ്ഞാൽ അത് AM ആയിട്ട് മാറും. അത് അറിയാത്തവരില്ലല്ലോ. അതൊക്കെ അത്യാവശ്യം വാച്ച് നോക്കുന്നവരും ഫോണും കളിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കും. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട 3 കൺസെപ്റ്റുകൾ ഇതാണ്. ഞാൻ ഒന്ന് ഇവിടെ ഫസൽ സാർ അവിടെ എഴുതുന്നുണ്ട്, ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കട്ടോ. അതായത് 1 ഡിഗ്രി കറങ്ങാൻ വേണ്ടത് 4 മിനിറ്റ് ആണ് ആദ്യത്തെ കൺസെപ്റ്റ്. രണ്ടാമത്തത്, യെസ്, 15 ഡിഗ്രി കറങ്ങാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ സമയം എടുക്കുന്നു. അതുപോലെ പടിഞ്ഞാറ് അഥവാ വെസ്റ്റിലേക്ക് പടിഞ്ഞാറോട്ട് പോകുന്നതോറും സമയം എന്ത് ചെയ്യുന്നു? ടൈം മൈനസ് ആവുന്നു, കുറയുന്നു. അത് ഇടത്തോട്ട് പോകുമ്പോൾ മൈനസ് ആവുന്നു എന്ന് പറഞ്ഞാലും ശരിയാണ്. ഇടത്തോട്ട് അഥവാ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ മൈനസ് ആവുന്നു. അതുപോലെ കിഴക്ക് അഥവാ ഈസ്റ്റ് അല്ലെങ്കിൽ വലത്തോട്ട് പോകുന്തോറും പ്ലസ് ആവുന്നു, ടൈം പ്ലസ് ആവുന്നു, കൂട്ടുന്നു. ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കാം. ഇത് അറിഞ്ഞല്ലോ, ഇത് കയറ്റി ഉള്ളിലേക്ക് എടുത്തല്ലോ. ഇനി ബാക്കി ഞാൻ പറയാവുന്ന കാര്യം ശ്രദ്ധിക്കാം. ഞാൻ ഇവിടെ ചോദ്യമാണ് അവിടെ എഴുതിയത്.
What is the Greenwich Mean Time when the Indian Standard Time is 10 AM on Wednesday? ഇന്ത്യൻ സമയം 12 AM ആയിരിക്കുമ്പോൾ ഗ്രീനിച്ച് രേഖയിലെ സമയം കണക്കാക്കാം. സാധാരണ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാറുണ്ടോ ചോദിച്ചാൽ വരാറുണ്ട്. ഇതേ ചോദ്യം തന്നെയാണ് കഴിഞ്ഞ ഫൈനൽ എക്സാമിന് ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഫൈനൽ എക്സാമിന് മുന്നേ നിങ്ങളുടെ സീനിയേഴ്സിന് കൊടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചു പോയവർക്കൊക്കെ അവിടെ ഫുൾ മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല, അഭിമാനമുണ്ട്. ഓക്കെ, മക്കളൊന്നും ഇങ്ങോട്ട് ശ്രദ്ധിക്കും. അപ്പൊ എന്റെ മക്കൾ ഇങ്ങോട്ട് നോക്കാം. അപ്പൊ എന്താ അവിടെ സംഭവം? ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും ഗ്രീനിച്ച് ടൈമും അവിടെ പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം കൂടി നല്ല പോലെ ശ്രദ്ധിക്കണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST എന്ന് പറയുന്നത് ഏത് ഡിഗ്രി രേഖാംശത്തിലെ ഏത് ലോഞ്ചിറ്റ്യൂഡിലെ സമയമാണ്? അത് നിങ്ങൾക്കറിയാം, 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് അല്ലേ? 82.5 ഡിഗ്രി കിഴക്ക് ലോഞ്ചിറ്റ്യൂഡ് ആണ്. അത് നമ്മൾ പറയും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ. സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയാറുണ്ട്, അവിടുത്തെ ടൈമാണ്. അപ്പൊ അഥവാ ഈ ഗ്രീനിച്ച് ടൈം എന്ന് പറയുന്നത് GMT അല്ലെ, ഗ്രീനിച്ച് മീൻ ടൈം, അത് എവിടുത്തതാണ്? 0 ഡിഗ്രി ആണ് അല്ലേടാ, 0 ഡിഗ്രി. അപ്പൊ അറിയാലേ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ സാറെന്നുള്ളത് വരയ്ക്കാൻ പോകണം. ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഇതാണ്. ഇതൊന്ന് ശ്രദ്ധിക്കട്ടോ. ഇതല്ല, കുറച്ചും കൂടി ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് വിചാരിച്ചോ. ഇന്ത്യയുടെ സെന്ററിലൂടെ പോകണമാണ് 82.5 ഡിഗ്രി ഈസ്റ്റ് കിഴക്ക്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രീനിച്ച് മെറിഡിയൻ ഇവിടെ ഉണ്ടത് 0 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്? 0 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രി? 0 ഡിഗ്രിയാണ്. 0 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം, ഇന്ത്യൻ സമയമാണ് തന്നത്. ഇന്ത്യൻ സമയം 10 AM ആണ് തന്നിട്ടുണ്ട്. എത്രയാണ് സമയം തന്നത്? 10 AM. ഞാൻ ഫസൽ സാർ ഇവിടെ എഴുതി 10 AM എന്നിട്ട് തന്നിട്ടുണ്ട്. 10 AM തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചത് 0 ഡിഗ്രിയിൽ സമയം എത്രയാണ്, GMT എത്രയാന്ന് കാണാനാ പറഞ്ഞത്. അപ്പൊ എങ്ങനെ കാണാം? അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ഈ രണ്ട് രേഖകൾ തമ്മിൽ, ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള സമയ വ്യത്യാസം കണക്കാക്കാം എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ അത് കാണാം? നമുക്ക് ആകെ അറിയാവുന്ന കാര്യം എന്താന്ന് ചോദിച്ചാൽ ദാ ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം അല്ലെ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലോഞ്ചിറ്റ്യൂഡ് 82.5 ഡിഗ്രി ആണെന്നറിയാം. 82.5 ഡിഗ്രി ആണെന്നറിയാം. ഈ 82 ഡിഗ്രിയെ നമ്മൾ ടൈം ആക്കി മാറ്റണം. അപ്പൊ 82.5 ഡിഗ്രി എങ്ങനെ നമ്മൾ ടൈമിലേക്ക് മാറ്റുക? അത് നമ്മൾ മുന്നേ പഠിച്ചു. അതായത് നമുക്കറിയാം 1 ഡിഗ്രി എന്നുള്ളത് 4 മിനിറ്റാന്ന് പഠിച്ചു. 15 ഡിഗ്രി എന്നുള്ളത് 1 മണിക്കൂറാന്ന് പഠിച്ചു. അപ്പൊ ഇതിൽ 15 ഡിഗ്രി നമ്മൾ എടുത്തു നോക്കാം. ഓക്കെ, യെസ്, 15 1 മണിക്കൂറാണ്. അപ്പൊ 30 എത്ര മണിക്കൂറാവും? 2 മണിക്കൂറായി. 45 എത്ര മണിക്കൂറാവും? 3 മണിക്കൂറായി. 60 എത്ര മണിക്കൂറാവും? 4 മണിക്കൂറായി. ഇങ്ങോട്ട് നോക്കണം കേട്ടോ, നോക്കാതിരിക്കരുതേ. യെസ്, 75 എത്ര മണിക്കൂറായി? 5 മണിക്കൂറായി. 90 എത്ര മണിക്കൂറായി? 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ 6 മണിക്കൂറായി. അപ്പൊ സാറേ നമുക്ക് 90 വരെ പോവണ്ട, നമുക്ക് എത്ര വരെ പോയാൽ മതി? നമുക്ക് 82.5 ഡിഗ്രി വരെ പോയാൽ മതി. അപ്പൊ ബാക്കി എത്രയുണ്ട്? 75 വരെ 5 മണിക്കൂർ അവിടെ ഇരിക്കുന്നുണ്ട്. 75 വരെ 5 മണിക്കൂർ ഇരിക്കുന്നുണ്ട്. ബാക്കി എത്രയുള്ളത്? ബാക്കി ഒരു 7.5 ഉണ്ട് സാറേ. 75ന് 76, 77, 78, 79, 80, 81, 82, പിന്നെ ഒരു അര ഉണ്ട് ബാക്കി. 82.5 അല്ലേ? 7.5 ബാക്കിയുണ്ട്. അപ്പൊ 7.5 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റാ, എത്ര മണിക്കൂറാ? അത് കണ്ടെത്താൻ എളുപ്പമല്ലേ മക്കളെ? എങ്ങനെ കണ്ടെത്തുക? ഈ 7.5നെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അല്ലെങ്കിൽ 15ന്റെ പകുതിയാണ് 7.5 എന്ന് അറിയുന്നവർക്ക് അപ്പൊ 1ന്റെ പകുതിയാണ് അര. അപ്പൊ അരമണിക്കൂറാന്നുള്ള ബോധം ഉണ്ടായാൽ മതി. അതറിയാത്തവര് 7.5നെ 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 30 മിനിറ്റ് എന്ന് കിട്ടും. കിട്ടൂലേ? കിട്ടും. 30 മിനിറ്റ്. ആ 30 മിനിറ്റും കൂടെ ഇവിടെ ചാമ്പി കൊടുക്കുക. 30 മിനിറ്റ് പരിപാടി കഴിഞ്ഞു. ഓക്കെ, ആ 30 മിനിറ്റും കിട്ടി. അപ്പൊ നമുക്കൊരു ഉത്തരം കിട്ടി. അതായത് ഈ 0 ഡിഗ്രിയും 0 ഡിഗ്രി GMTയും ഗ്രീനിച്ച് മീൻ ടൈമും ഇന്ത്യൻ IST ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും തമ്മിൽ 5.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. എന്റെ പൊന്നു മക്കളെ, ഈ വരാൻ പോകുന്ന ഓണപ്പരീക്ഷ, ഇനി വരാൻ പോകുന്ന സകല പരീക്ഷയ്ക്കും നമുക്ക് ഉപയോഗിക്കേണ്ട സാധനം ഇതാണ്. അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും ഗ്രീനിച്ച് സമയം തമ്മിൽ 5.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പൊ ഇനിയാണ് ഇവിടുത്തെ കളി. എന്താന്ന് വെച്ചാൽ നമുക്ക് തന്നത് ഇന്ത്യൻ സമയമാണ്, നമുക്ക് കാണേണ്ടത് ഗ്രീനിച്ച് സമയമാണ്. അപ്പം പടിഞ്ഞാറോട്ടാ പോകുന്നത്. ഇതാണ് വെസ്റ്റ്, ഇത് വെസ്റ്റും ഇത് ഈസ്റ്റും ആണ്. ഇത് കിഴക്കാണ്, ഇത് പടിഞ്ഞാറാണ്. അപ്പൊ ഇങ്ങോട്ടാ പോകേണ്ടത്. സമയം കുറയോ കൂടുവോ? സമയം കുറയും. അപ്പൊ 10 AM നമ്മൾ എത്ര കുറയ്ക്കണം? ഈ വ്യത്യാസം കുറയ്ക്കണം. കുറച്ചു നോക്ക്. 10 AM 5.5 കുറയ്ക്കണം. 10നോട് ആദ്യം 5 കുറയ്ക്കുക. അപ്പൊ നമുക്ക് 5 കിട്ടും. അപ്പൊ നമുക്ക് പിന്നൊരു അരയും കൂടെ കുറയ്ക്കണം. അപ്പൊ 5നോട് അര കുറയ്ക്കുമ്പോൾ 5:30 ചില മണ്ടന്മാർ എഴുതും. അങ്ങനെ എഴുതി വെക്കരുത്, ബുദ്ധി കൊണ്ട് കുറയ്ക്കണം. എടോ ചെങ്ങായിമാരെ, 10 AM ആദ്യം 5 കുറയ്ക്കുമ്പോൾ 5 കിട്ടും.
ഇല്ലേ? പിന്നെ 5നോട് പിന്നെ അര കുറയ്ക്കാൻ വേണ്ടത്, കൂട്ടല്ല വേണ്ടത്. കുറയ്ക്കുമ്പോൾ 4:30 കിട്ടുക. 5നോട് അര കുറച്ച 4:30 അല്ലേ? ഇച്ചിരി ബുദ്ധിപൂർവ്വം ആലോചിക്കണം കേട്ടോ. ഓക്കെ, അബദ്ധം ചെയ്തു വെക്കരുത് എന്റെ പൊന്നു മക്കളെ, അതുകൊണ്ട് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. സമയം എത്രയാ? 4:30 AM. ഇങ്ങനെ കിട്ടും. ഇത്രയുള്ള പരിപാടി. സമയത്ത് ഉത്തരം കിട്ടി. ഉത്തരം എത്രയേ ഉള്ളൂ? ഈ 10 AM നമ്മൾ -5:30 കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി 4:30 AM. AM തന്നെയാണ്. കാരണം എന്താ? 10നോട് കുറയ്ക്കുമ്പോൾ 12 ക്രോസ് ചെയ്തിട്ടില്ലല്ലോ, 12 ക്രോസ് ചെയ്തില്ലല്ലോ. 9, 8, 7, 6, 5 പിന്നെ അര. 12 ക്രോസ് ചെയ്ത് AM തന്നെയാണ്. പുലർച്ചെ 4:30 AM. സിമ്പിൾ പരിപാടി. സിമ്പിൾ ഇതേ ഉള്ളൂ പരിപാടി. ഇതാണ് കഴിഞ്ഞ ഫൈനൽ എക്സാം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ ഫൈനൽ എക്സാമിന് ചോദിച്ചത്. ഒരു സംശയം വേണ്ട. അപ്പൊ സാറ് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വന്ന് എങ്ങനെ ചെയ്യാം? അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. പെട്ടെന്ന് പരിപാടി കേട്ടോ. നോക്കും മക്കളെ, കാൽക്കുലേറ്റ് ദ ടൈം അറ്റ് ദ ഫോളോയിങ് ലോഞ്ചിറ്റ്യൂഡ്സ് അസ്യൂം ദ ഗ്രീനിച്ച് മീൻ ടൈം ഈസ് 10 AM. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ 0 ഡിഗ്രിയിലെ സമയം നമുക്ക് തന്നിട്ടുണ്ട്. 0 ഡിഗ്രി അഥവാ ഗ്രീനിച്ച് രേഖയിലെ സമയം തന്നിട്ടുണ്ട്. 0 ഡിഗ്രിയിൽ 10 AM ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ആ 0 ഡിഗ്രി രേഖ ഞാനിവിടെ വരയ്ക്കുകയാണ്. 0 ഡിഗ്രി വരച്ചു. ഓക്കെ, 0 ഡിഗ്രി എന്ന് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് കാണാൻ പറഞ്ഞത് 90 ഡിഗ്രി പടിഞ്ഞാറ്. അപ്പൊ നമ്മുടെ 90 ഡിഗ്രി ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവാണ്. 90 ഡിഗ്രി ഞാൻ ഇവിടെ വരച്ചു. യെസ്, ഓക്കെ, ഒരു 90 ഡിഗ്രിയും കൂടെ അവിടെ വരച്ചു. അപ്പൊ നമുക്കറിയാം ഇവിടെ എത്ര സമയം തന്നത്? 10 AM ആണ് തന്നത്. ആണല്ലോ, 10 AM അല്ലേ? 10 AM ആണ് തന്നത്. ഇനി ഇങ്ങോട്ട് നോക്കും, ഇവിടെ കമാൻ. അപ്പൊ 90 ഡിഗ്രി എന്ന് വെച്ചാൽ എത്ര മണിക്കൂറാ? നേരത്തെ ഇവിടെ നമ്മൾ കണ്ടിരുന്നു. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറാന്ന് കണ്ടു. അപ്പൊ ഇനി നിങ്ങൾ അടുത്തത് പറ. 6 മണിക്കൂർ വ്യത്യാസമുണ്ട്, 6 അവർ വ്യത്യാസമുണ്ട്. 6 മണിക്കൂർ കുറയ്ക്കണോ കൂട്ടണോ? എടോ, ഇത് പടിഞ്ഞാറാണ്, വെസ്റ്റാ തന്നത്. ഇത് പടിഞ്ഞാറാണ്, പടിഞ്ഞാറ്. ഇത് ഈസ്റ്റ് ആണ്, ഇത് ഈസ്റ്റ് അഥവാ ഇതെന്താ? കിഴക്കാണ്. അപ്പൊ നമുക്കറിയാം പടിഞ്ഞാറോട്ട് വെസ്റ്റിലേക്ക് പോകുമ്പോൾ സമയം കുറയ്ക്കണം. 10നോട് 6 കുറയ്ക്കുക. 10നോട് 6 കുറയ്ക്കുമ്പം എത്ര വരും മക്കളെ? കമോൺ, വേഗം പറയൂ. 10നോട് 6 കുറയ്ക്കുമ്പം 4 AM. സിമ്പിൾ എടാ, സിമ്പിൾ. ഇനി 120 ഡിഗ്രി ഈസ്റ്റ് ആർക്ക് ചെയ്യാൻ പറ്റും? മാർക്ക് ചെയ്യാൻ പറ്റും. ഈ 120 ഡിഗ്രി ഈസ്റ്റിലെ സമയം എത്ര? നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാം. ഓക്കെ, പിന്നെ ക്ലാസ്സിനെ പറ്റിയുള്ള വിലയേറെ അഭിപ്രായങ്ങളൊക്കെ പറയാം. നമുക്ക് ലൈവിലൊക്കെ ഇനി കാണേണ്ടതുണ്ട്. ഈ കാലം നോക്കിയായിക്കോട്ടെ. എനിക്ക് മിനിമം ഒരു ഡാൻസ് കളികൾ ആരെങ്കിലും വേണമെങ്കിൽ കാണാൻ പറ്റുന്നെങ്കിൽ. ഓക്കെ, ആ മക്കളെ നമുക്ക് കൂടാട്ടോ. വെയിറ്റ് ആൻഡ് സീ. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ആയിട്ട് വരും. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് പെട്ടെന്ന് കത്തിയുണ്ടാവില്ല. മാത്തമാറ്റിക്സിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. കൺഫ്യൂഷൻ ആണ്ട, ഒന്നും കൂടെ വീഡിയോ എടുത്ത് കണ്ടാൽ മതി. പതിയെ മനസ്സിലാക്കിയാൽ മതി. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. ഞാൻ അടുത്ത ക്ലാസ്സിൽ എത്തിയാൽ ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം മക്കളെ. കാണാം. താങ്ക് യു. ബൈ. സീ യു.